6 മണിക്കൂർ തുടർച്ചയായി യാത്ര ചെയ്തിട്ടും ഒരു മനുഷ്യൻ്റെ നിഴൽ പോലും കാണാനില്ലെങ്കിലോ? നഗരങ്ങളോ ഗ്രാമങ്ങളോ ഇല്ല. ആകെ കാണുന്നത് കണ്ണെത്താ ദൂരത്തോളം അതിരുകളില്ലാതെ നീളുന്ന ഭൂമി മാത്രം. ഇതൊരു സാങ്കല്പിക ലോകമല്ല, മംഗോളിയ എന്ന രാജ്യത്തെ ഒരു സാധാരണ കാഴ്ചയാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കുമിടയിലായി ഏഷ്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മംഗോളിയയിൽ ഏകദേശം 36 ലക്ഷം ആളുകൾ മാത്രമാണ് ജീവിക്കുന്നത്. വിസ്തൃതിയുടെ കാര്യത്തിൽ ലോകത്തിലെ വലിയ രാജ്യങ്ങളിലൊന്നായ ഇവിടെ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ജീവിക്കുന്നത് വെറും 2 മനുഷ്യർ മാത്രമാണ്. അതായത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ഏകദേശം 500 പേർ ജീവിക്കുന്ന ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ മംഗോളിയയിൽ വെറും 2 പേർ മാത്രം. ഇവിടെ നഗരങ്ങളുടെയും വാഹനങ്ങളുടെയും തിരക്കുകളില്ല. പകരം അനന്തമായി പരന്നുകിടക്കുന്ന ഭൂമിയിൽ മനുഷ്യന്റെ സാന്നിധ്യം തന്നെ അപൂർവമായ ഒരു കാഴ്ചയാണ്. ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഈ രാജ്യത്തിന്റെ ഓരോ കാഴ്ചയും വിശേഷവും നമ്മെ അത്ഭുതപ്പെടുത്തും. എൻ്റെ കൂടെ ഈ മനോഹരമായ സ്വപ്നയാത്രയിലേക്ക് സ്വാഗതം. മംഗോളിയയുടെ വിശാലമായ ഭാഗങ്ങൾ തുറന്ന സ്റ്റെപ്പ് പുൽമേടുകളാണ്. ഇതുതന്നെയാണ് നൂറ്റാണ്ടുകളായി ഇവിടത്തെ മേച്ചിൽ അധിഷ്ഠിതമായ ജീവിതരീതിയുടെ അടിത്തറയായത്. ഇതിനോട് ചേർന്നാണ് രാജ്യത്തിൻ്റെ 1/3 ഭാഗം വരുന്ന ഗോബി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. വ്യാപകമായ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഈ പ്രത്യേക ഭൂപ്രകൃതിയാണ് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ നാടോടി സമൂഹങ്ങളിലൊന്നായി മംഗോളിയയെ നിലനിർത്തുന്നത്. മംഗോളിയയിലെ ഏറ്റവും ഉയർന്ന പർവ്വതനിരയായ അൽത്തായ് മലനിരകളിലാണ് 4374 മീറ്റർ ഉയരമുള്ള ഹ്യൂട്ടൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളാണ് മംഗോളിയയിലെ പല ആവാസ വ്യവസ്ഥകൾക്കും ജീവൻ നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഈ പർവ്വതമേഖലകൾ താഴ്ന്ന പ്രദേശങ്ങളിലെ ജൈവവൈവിധ്യത്തിനും നിർണായകമാണ്. ഈ പരുക്കൻ മലനിരകൾക്കപ്പുറത്താണ് ഗോബി മരുഭൂമി ആരംഭിക്കുന്നത്. മരുഭൂമികളെക്കുറിച്ചുള്ള പൊതുവായ ധാരണകളെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന സ്ഥലമാണ് ഗോബി മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ തണുത്ത മരുഭൂമികളിലൊന്നായ ഇത് രാജ്യത്തിൻ്റെ 1/3 ഭാഗത്തോളം വ്യാപിച്ചു കിടക്കുന്നു. ഈ മരുഭൂമിയുടെ ഭൂരിഭാഗവും പാറക്കെട്ടുകളും ചരൽപ്പരപ്പുകളും നിറഞ്ഞതാണ്. ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രമാണ് മണൽക്കൂനകൾ കാണപ്പെടുന്നത്. ഇതേ പ്രദേശത്താണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിനോസർ ഫോസിൽ കണ്ടെത്തലുകളിൽ പലതും നടന്നത്. ഈ വിശാലമായ മരുഭൂമി പിന്നിടുമ്പോൾ മംഗോളിയയുടെ തെളിനീർ തടാകങ്ങളിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. വരണ്ട ഭൂപ്രകൃതിക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളിലൊന്നാണ് ഖുസ്കൽ തടാകം. ലോകത്തിലെ ഉപരിതല ശുദ്ധജലത്തിന്റെ ഏകദേശം 2% സംഭരിക്കുന്ന ഈ തടാകത്തിന് 2 ദശലക്ഷം വർഷത്തിലേറെ പഴക്കമുണ്ട്. സവിശേഷമായ ജൈവവ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനൊപ്പം വടക്കൻ മേഖലയിലെ വന്യജീവികൾക്കും നാടോടി സമൂഹങ്ങൾക്കും പ്രധാന ശുദ്ധജല സ്രോതസ്സാണ് ഖുസ്ഗൽ തടാകം. കഠിനമായ ശൈത്യകാലത്ത് പല മീറ്റർ കനത്തിൽ തണുത്തുറയുന്ന ഈ ജലാശയം മംഗോളിയയുടെ അതിതീവ്രമായ കാലാവസ്ഥയുടെ മറ്റൊരു മുഖം കൂടി വെളിപ്പെടുത്തുന്നു. സമുദ്രങ്ങളിൽ നിന്ന് ഏറെ അകലെ വിശാലമായ കരപ്രദേശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗോളിയയിൽ കടലുകളിൽ നിന്നുള്ള സ്വാധീനം വളരെ കുറവായതിനാൽ താപനിലയിൽ വലിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു. മാസങ്ങളോളം നീളുന്ന അതിശൈത്യകാലവും ചുരുങ്ങിയ കാലയളവിലെത്തുന്ന ചൂടുള്ള വേനൽക്കാലവുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്ന പ്രധാന ശക്തികളിലൊന്നാണ്. ഇത്തരം കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇവിടുത്തെ വന്യജീവികൾ പ്രത്യേകമായ കഴിവുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏക യഥാർത്ഥ കാട്ടുകുതിര ഇനമായ പ്രഷ്വാൽസ്കി കുതിരകൾ തുറന്ന സമതലങ്ങളിലെ സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുമ്പോൾ രൂക്ഷമായ മരുഭൂമി സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ബാക്ട്രിയൻ ഒട്ടകങ്ങൾ ഗോബി മരുഭൂമിയിലെ അങ്ങേയറ്റത്തെ ചൂടും തണുപ്പും ഒരുപോലെ അതിജീവിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയർന്ന മേഖലകളിൽ മഞ്ഞുപുലികൾ തങ്ങളുടെ ഇരകളെ തേടി സഞ്ചരിക്കുന്നത് മംഗോളിയയുടെ ഉയർന്ന പർവ്വത മേഖലകളോട് ജീവികൾ എങ്ങനെ ഇണങ്ങുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. വിശാലമായ പുൽമേടുകളുള്ള മംഗോളിയയുടെ ഭൂപ്രകൃതിയാണ് തലമുറകളായി തുടരുന്ന നാടോടി ജീവിതരീതിക്ക് അടിത്തറയായത്. സീസണുകൾക്കനുസരിച്ച് മേച്ചിൽ പ്രദേശങ്ങൾ തേടി കുടുംബങ്ങൾ വളർത്തുമൃഗങ്ങളുമായി നടത്തുന്ന ഈ യാത്രകൾ മാറുന്ന കാലാവസ്ഥയോടും പരുക്കൻ ഭൂപ്രകൃതിയോടും ഇണങ്ങി ജീവിക്കാൻ ഇവിടുത്തെ ജനങ്ങളെ പ്രാപ്തരാക്കുന്നു. ഈ നിരന്തരമായ യാത്രകൾക്ക് കൂട്ടായി കുടുംബങ്ങളൊപ്പം കൂട്ടുന്നത് മാറ്റിവെക്കാവുന്ന തമ്പുകളായ ഗർ കൂടാരങ്ങളെയാണ്. കഠിനമായ തണുപ്പും ശക്തമായ കാറ്റും പ്രതിരോധിക്കാൻ തക്കവണ്ണം വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കൂടാരങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അഴിച്ചെടുക്കാനും എളുപ്പത്തിൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നവയാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് അകത്തെ ചൂട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ പരമ്പരാഗത വീടുകളാണ് നാടോടി ജീവിതത്തിൻ്റെ ഈ യാത്രകളെ പ്രായോഗികമാക്കുന്നത്. മംഗോളിയൻ നാടോടി ജീവിതത്തിൻ്റെ ആധാരശിലയാണ് ഇവിടുത്തെ വളർത്തുമൃഗങ്ങൾ. ആടും മാടും ഒട്ടകങ്ങളും നൽകുന്ന പാലും മാംസവും കമ്പിളിയുമാണ് കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കാൻ കുടുംബങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രങ്ങളും നൽകുന്നത്.
വളരെ ചെറുപ്പം മുതൽ തന്നെ മംഗോളിയയിലെ പല കുട്ടികളുടെയും ലോകം കുതിരപ്പുറത്താണ് വികസിക്കുന്നത്. വെറുമൊരു യാത്രാമാർഗത്തിനപ്പുറം ഒപ്പം വളരുന്ന ഒരു കൂട്ടുകാരൻ എന്ന പോലെയാണ് അവർ കുതിരകളെ കാണുന്നത്. അവയെ പരിപാലിക്കുന്നതിലൂടെയും ഒപ്പം സഞ്ചരിക്കുന്നതിലൂടെയും ഈ കുട്ടികളിൽ വലിയൊരു ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും വളരുന്നു. തലമുറകളായി കൈമാറി വരുന്ന ഈ ആഴത്തിലുള്ള ബന്ധം മംഗോളിയൻ ജീവിത രീതിയുടെ ഏറ്റവും സ്വാഭാവികമായ കാഴ്ചയാണ്. മണിക്കൂറുകളോളം നീളുന്ന യാത്രക്കിടയിൽ ഒരു ഗർ കൂടാരത്തിനരികിലെത്തുന്ന ഏത് യാത്രികനും ഊഷ്മളമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. കിലോമീറ്ററുകളോളം അകലെ ഒറ്റപ്പെട്ടു കഴിയുന്ന ഈ ജനങ്ങൾക്ക് വരുന്ന അതിഥികൾക്ക് ഭക്ഷണവും അഭയവും നൽകുക എന്നത് ഈ ജീവിതശൈലി രൂപപ്പെടുത്തിയ ഒരു മൂല്യമാണ്. തലമുറകളായി കൈമാറി വന്ന നാടോടി ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമാണ് നാഡാം ഫെസ്റ്റിവൽ. കുതിരയോട്ടം, ഗുസ്തി, അമ്പെയ്ത്ത് എന്നീ പരമ്പരാഗത മത്സരങ്ങൾ ഇവർക്ക് കേവലം വിനോദമല്ല, യാത്രയ്ക്കും അതിജീവനത്തിനുമുള്ള അവരുടെ പ്രകടനങ്ങൾ കൂടിയാണ്. വിദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന കുടുംബങ്ങൾ വർണ്ണാഭമായ വേഷധാരികളായി വിശാലമായ പുൽമേടുകളിൽ ഒത്തുകൂടുമ്പോൾ മംഗോളിയൻ സംസ്കാരത്തിന്റെ ഊർജ്ജം മുഴുവൻ ഈ ആഘോഷവേദികളിൽ ജീവസുറ്റതായി മാറുന്നു. ആഘോഷങ്ങളുടെ ആവേശത്തിനപ്പുറം മംഗോളിയൻ ജനതയുടെ ജീവിതത്തെ നിശബ്ദമായി നയിക്കുന്നത് പ്രകൃതിയോടുള്ള അവരുടെ ആത്മീയ ബന്ധമാണ്. ബുദ്ധമതത്തിന്റെ സ്വാധീനത്തോടൊപ്പം ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഷമാനിക് വിശ്വാസങ്ങൾ പ്രകൃതിയെ അവർ എത്രത്തോളം പവിത്രമായി കാണുന്നു എന്നതിന് തെളിവാണ്. കാട്ടിൽ പാറിക്കളിക്കുന്ന പ്രാർത്ഥനാ പതാകകൾക്കരികിലായി യാത്രികർ യാത്ര തുടരുന്നതിനു മുൻപ് ആദരവോടെ പ്രാർത്ഥനകളർപ്പിക്കുന്ന ഒവോ കൽക്കൂമ്പാരങ്ങൾ വഴിനീളെ കാണാം. പ്രകൃതിയുടെ പവിത്രതയിൽ വിശ്വസിക്കുന്ന ഈ ആത്മീയതയാണ് മാറുന്ന ലോകത്തിലും മംഗോളിയയുടെ തനിമയെ ഒട്ടും ചോർന്നു പോകാതെ അടുത്ത അധ്യായത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. 12ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പരസ്പരം പോരടിച്ചിരുന്ന നാടോടി ഗോത്രങ്ങൾക്കിടയിൽ ടെമൂജിൻ എന്ന യുവാവ് ഉയർന്നുവന്നു. പാരമ്പര്യത്തിനപ്പുറം വിശ്വസ്തതയ്ക്കും കഴിവിനും പ്രാധാന്യം നൽകി അദ്ദേഹം ആ ഗോത്രങ്ങളെ ഒരൊറ്റ നേതൃത്വത്തിന് കീഴിൽ കൊണ്ടുവന്നു. 1206 ചേർന്ന കുരുൾദായ് മഹാസഭയിൽ ചെങ്കിസ് ഖാൻ എന്ന പദവി സ്വീകരിച്ച അദ്ദേഹം ഒരു പുതിയ ശക്തിയുടെ ഉദയത്തിനു വഴിയൊരുക്കി. കുതിരപ്പുറത്തുള്ള അസാധാരണ വേഗതയും തന്ത്രങ്ങളും ഉപയോഗിച്ച് മംഗോൾ സൈന്യം അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും വിശാലമായ പ്രദേശങ്ങളിൽ സ്വാധീനം സ്ഥാപിച്ച അവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ കരപ്രദേശ സാമ്രാജ്യങ്ങളിലൊന്നിന് അടിത്തറയിട്ടു. മംഗോൾ സാമ്രാജ്യത്തിന്റെ കീഴിൽ പുരാതന സിൽക്ക് റോഡിന് പുതിയൊരു ഉണർവ് ലഭിച്ചു. മരുഭൂമികളും മലനിരകളും താണ്ടി വ്യാപാര സംഘങ്ങളും സഞ്ചാരികളും ആ പാതകളിലൂടെ നിരന്തരം സഞ്ചരിച്ചു. കൈമാറ്റം ചെയ്യപ്പെട്ടത് വിലപിടിപ്പുള്ള വസ്തുക്കൾ മാത്രമല്ല, അതിർത്തികൾക്കപ്പുറത്തേക്ക് ആശയങ്ങളും അറിവുകളും പുതിയ കണ്ടുപിടുത്തങ്ങളും സഞ്ചരിച്ചു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലം കുറച്ച ആ കാലഘട്ടം ചരിത്രത്തിലെ ശ്രദ്ധേയമായ സാംസ്കാരിക കൈമാറ്റങ്ങൾക്ക് സാക്ഷിയായി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ചെങ്കിസ് ഖാന്റെയും മംഗോൾ സാമ്രാജ്യത്തിന്റെയും പൈതൃകം ഇന്നത്തെ മംഗോളിയയുടെ ചരിത്രബോധത്തിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നു. തലസ്ഥാനമായ ഉലാൻ ബാത്താറിന്റെ തെരുവുകളിലേക്ക് കണ്ണോടിച്ചാലറിയാം, മംഗോളിയ ഇന്ന് കടന്നുപോകുന്നത് വലിയൊരു പരിവർത്തനത്തിലൂടെയാണ്. ചില്ലുകൂട്ടങ്ങളുള്ള വലിയ കെട്ടിടങ്ങളും ഡിജിറ്റൽ ജീവിതശൈലിയും നിറഞ്ഞ നഗരഹൃദയത്തിനൊപ്പം തന്നെ ഇവിടുത്തെ മനുഷ്യർ തങ്ങളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാടോടി സംസ്കാരത്തെയും കൂടെ കൂട്ടുന്നു. സാങ്കേതിക വിദ്യയും ആധുനിക ജോലികളും സ്വന്തമാക്കുന്ന യുവതലമുറ തന്നെയാണ് ഈ പുതിയ മംഗോളിയയുടെ മുഖമായി മാറുന്നത്. വിപുലമായ ഭൂപ്രദേശമുള്ള മംഗോളിയയിൽ ജനസംഖ്യയുടെ വലിയൊരു പങ്കും ഇന്ന് ഉലാൻ ബാത്താറിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായി താമസിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള കുടിയേറ്റവും നഗരവൽക്കരണവും ഈ നഗരത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1350 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉലാൻ ബാത്താർ ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ ദേശീയ തലസ്ഥാനമാണ്. ദീർഘവും അതിശൈത്യവുമായ ശൈത്യകാലത്ത് താപനില പലപ്പോഴും -30°C താഴെ എത്താറുണ്ട്. കഠിനമായ ഈ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ടാണ് അതിവേഗം വളരുന്ന ഈ നഗരത്തിലെ ദൈനംദിന ജീവിതം മുന്നോട്ടു പോകുന്നത്. മംഗോളിയയ്ക്ക് ഈ ഭൂമിയുടെ അടിത്തട്ടിൽ മറ്റൊരു സാമ്പത്തിക ശക്തിയുണ്ട്. ചെമ്പ്, കൽക്കരി, സ്വർണം തുടങ്ങിയ ധാതുക്കളുടെ വലിയ ശേഖരങ്ങൾ രാജ്യത്തിന്റെ പ്രധാന കയറ്റുമതി മേഖലയായി ഖനന വ്യവസായത്തെ മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലെ വൻതോതിലുള്ള ഖനന വികസനത്തോടെ മംഗോളിയ ആഗോള വ്യാവസായിക വിപണികളുമായി കൂടുതൽ അടുത്ത ബന്ധത്തിലായി. റഷ്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ കരയാൽ ചുറ്റപ്പെട്ടുകിടക്കുന്ന മംഗോളിയയുടെ ഭൗമസ്ഥാനം അതിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് ഖനനം ചെയ്യുന്ന വിഭവങ്ങൾ അതിർത്തി കടന്ന് പ്രധാനമായും അയൽരാജ്യമായ ചൈനയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഖനന മേഖലകളിൽ നിന്ന് ഈ വിഭവങ്ങളെ വിപണികളിലേക്ക് എത്തിക്കുന്നതിനായി റോഡുകളും റെയിൽവേ ശൃംഖലകളും രാജ്യത്ത് വികസിപ്പിച്ചിരിക്കുന്നു. ഈ അതിർത്തി കടന്നുള്ള വ്യാപാര പാതകളിലൂടെ ആഗോള വിപണികളുമായി ഈ വിദൂര രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ നേരിട്ട് ബന്ധപ്പെടുന്നു. രാജ്യത്തേക്ക് വലിയ തോതിലുള്ള വിദേശ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും കൊണ്ടുവരാൻ ഖനന മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും
പ്രകൃതി വിഭവങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളികൾക്കും വഴിയൊരുക്കാം. അന്താരാഷ്ട്ര വിപണിയിലെ വില ചാഞ്ചാട്ടങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയെ പെട്ടെന്ന് ബാധിക്കുമെന്നതാണ് പ്രധാന വെല്ലുവിളി. ഇതിനു പുറമെ വലിയ തോതിലുള്ള ഖനനം കാരണം പുൽമേടുകൾക്കുണ്ടാകുന്ന നാശവും പരിസ്ഥിതി ആഘാതങ്ങളും ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഈ സാമ്പത്തിക നേട്ടങ്ങളെയും പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും എങ്ങനെ സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ ആശ്രയിച്ചായിരിക്കും മംഗോളിയയുടെ ഭാവി. കാലം മാറിയിട്ടും നഗരങ്ങൾ വളർന്നിട്ടും ഈ മണ്ണുമായുള്ള മംഗോളിയൻ ജനതയുടെ ആത്മബന്ധം ഇന്നും മാഞ്ഞിട്ടില്ല. മംഗോളിയയെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ചരിത്രമോ പ്രകൃതിയോ മാത്രമല്ല, ഇന്നും നിലനിൽക്കുന്ന ആ നാടോടി പാരമ്പര്യമാണ്. അതുകൊണ്ടായിരിക്കാം ലോകമിന്നും മംഗോളിയയെ ലോകത്തിലെ അവസാനത്തെ മഹത്തായ നാടോടികളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും അത്ഭുതങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.